അതെ, ഞായറാഴ്ച ഷാർജ പള്ളിയിലെ കുർബാനയും കണ്ട് മാതാവിനോട് പതിവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. ഇവിടെ വന്നിട്ട് ആകെ ചെയ്യുന്ന അങ്ങനെ നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരികയാണ്. ഇവിടെ വന്നിട്ട് ആകെപ്പാടെ മുടക്കാതെ ചെയ്യുന്ന ഒരു കാര്യം അതാ, എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകാമെന്നുള്ളത്. ഇനി ഞായറാഴ്ച പോകാൻ പറ്റില്ല, ശനിയാഴ്ച രാത്രി പോകും. ടാക്സിയിൽ പള്ളിയിൽ കഴിഞ്ഞ് ടാക്സിയിൽ പോകണം. ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ആകെപ്പാടെ എത്ര വയ്യെങ്കിലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മുടക്കിയിട്ടില്ല. ഞാൻ ഭയങ്കര അന്ധവിശ്വാസിയൊന്നുമല്ല, പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് പല സിറ്റുവേഷനിലും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഡിപ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുള്ളത് കൊണ്ട് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അല്ലാണ്ട് ഇത് മാത്രമാണ് ശരി അങ്ങനെയൊന്നും പറയുന്നില്ല. റോളിലേക്ക് പോകുന്ന എല്ലാവർക്കും ഈ റൂട്ടൊക്കെ സുപരിചിതമായിരിക്കുമല്ലോ. യു ആർ ഇൻ ഷാർജ എന്നാണ് കേട്ടോ പുല്ലിൽ എഴുതിയിരിക്കുന്നത്. ഇതിലേക്കൂടെ എല്ലാ സൺഡേയും പോയി എനിക്ക് ഈ റൂട്ടൊക്കെ ഇപ്പോൾ കാണാപ്പാടാ. അതിൻ്റെ ചെറിയ അഹങ്കാരത്തിൽ ഞാൻ ശ്രദ്ധിക്കാതിരിക്കാറുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ഡ്രൈവർമാർ ചുറ്റിക്കാറുണ്ട് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ ഉയരത്തിൽ പറന്ന് നടക്കുന്ന നമ്മുടെ യുഎയുടെ ഫ്ലാഗ് കാണാം കേട്ടോ. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും നല്ല ഹൈറ്റിൽ തന്നെ. എൻ്റെ കർത്താവേ, ഈ ചേട്ടൻ എന്താ ഭ്രാന്താണോ? അതുകൊണ്ട് ഭയങ്കര സ്പീഡിലൊക്കെയാണ് പോകുന്നത്. ഇനി ഇങ്ങനെ മലയാളം അറിയാമോന്നും എനിക്കറിയത്തില്ല. അതിലാണെങ്കിൽ എൻ്റെ കാര്യം സുഖമാണ്. ഇവിടെ കൂടെ പോയി കഴിയുമ്പോൾ എനിക്ക് ഈ വഴികൾ കറക്റ്റാണ്. എല്ലാ ഞായറാഴ്ച പോകുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും കുറേ മോസ്കുകൾ കാണാൻ പറ്റും. മുസ്ലിം കൺട്രി, അറബ് കൺട്രി ആയതിൻ്റെതായ ഇതാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ഷാർജ ഏരിയയിൽ കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഈ മോസ്കുകൾ പകൽ കാണുന്നതിനേക്കാൾ ഭംഗി രാത്രി കാണുന്നത് കേട്ടോ. നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഈ നമ്മുടെ താജ് മഹലിലെ ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പോലെയാണ് ഏറെക്കുറെ ഇവിടെ എല്ലാം തോന്നിയിട്ടുള്ളത് കേട്ടോ. ചില സമയത്ത് ചില ടാക്സി ഡ്രൈവർമാർ നമുക്കൊരു പേടി സ്വപ്നമായിട്ട് മാറാറുണ്ട് കേട്ടോ. അവരുടെ ഡ്രൈവിംഗ് സ്കിൽ കണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഞെട്ടാറുണ്ട്. ആ ബിൽഡിംഗ് ഉണ്ടോ, അത് സ്റ്റേയിലാണ്. ഇത് പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ റൗണ്ട്. ഇവിടെ എപ്പോഴെങ്കിലും വന്നിരിക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടന്നു വരാൻ മടിയാണ്. ഇത് പിന്നെ പെട്രോഫാക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ വീട്ടിലേക്ക് എത്താറേ. വിശന്ന് കൊട്ടലി കഴിഞ്ഞ് കണ്ണ് കാണാൻ വയ്യാണ്ടിരിക്കുക. ഇതായിരുന്നു അപ്പോൾ ഔട്ട്ഫിറ്റ്. ചെന്നുടനെ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യാണ്ട് നെയ്ച്ചോറും ചിക്കനുമാണ് കേട്ടോ കഴിക്കുന്നത്. ഫ്രണ്ട്സ് ഉണ്ടാക്കി വെച്ചെന്ന റൂംമേറ്റ്സ് അവരുണ്ടാക്കി അവർ കഴിച്ചിരുന്നു. അപ്പം എൻ്റെ പങ്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വിശന്ന് കണ്ണ് കാണാൻ